എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരു ചെറിയ ബ്രേക്കിന് ശേഷമാണ് ഞാനൊരു വ്ളോഗായി വീണ്ടും വരുന്നത്. ഇത്തവണ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ്. ഇതൊരു സഡൻ പ്ലാൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ റിലാക്സിങ് ട്രിപ്പായിരുന്നു നമുക്ക് വേണ്ടത്. വിസ ഫ്രീ ആയി ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു കൺട്രി നോക്കിയിട്ടാണ് നമ്മൾ അൽബേനിയ പോയത്. പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ഒരു ഷോർട്ട് ട്രിപ്പ് അങ്ങ് പോയി. അൽബേനിയൻ യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് welcome to Live with Love. ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. ആൻഡ് വിസെയറാണ് നമ്മൾ ബുക്ക് ചെയ്തത്, റീസണബിൾ പ്രൈസ് ആയതുകൊണ്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഓൺലൈൻ വഴി വെബ് ചെക്ക് ഇൻ ചെയ്യുക, ഇല്ലെങ്കിൽ എക്സ്ട്രാ ഫീ കൊടുക്കേണ്ടി വരും. ആൻഡ് എയർപോർട്ടിലത്തെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ഫൈനലി അൽബേനിയ എത്തി. അങ്ങനെ നമ്മൾ ടിരാന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഈ എയർപോർട്ടിൻ്റെ പേര് മദർ തെരേസ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. കാരണം മദർ തെരേസ അൽബേനിയൻ എത്തനിസിറ്റിയിലുള്ള ഒരാളായിരുന്നു. നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്തത് എയർപോർട്ടിൽ നിന്ന് തന്നെ ചെയ്തു. അവരുടെ കറൻസി അൽബേനിയൻ ലേക്കാണ്. പിന്നെ സിം കാർഡും അവിടെ നിന്ന് തന്നെ എടുത്തു. ഈ സിമ്മാണ് എടുത്തത്. നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ കാർ റെൻ്റലിൻ്റെ ആൾക്കാർ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിരുന്നു. ആൻഡ് അവിടെ നിന്ന് നമ്മൾ നേരെ അവരുടെ ഓഫീസിലോട്ടാണ് പോയത് കാർ എടുക്കാനായിട്ട്. Booking.com വഴിയാണ് നമ്മൾ ഇവരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വണ്ടിയുടെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് നല്ലൊരു റീസണബിൾ പ്രൈസിനാണ് നമുക്ക് വണ്ടി കിട്ടിയത്. നമ്മുടെ ഈ ട്രിപ്പിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വ്ലോറ ആണ്. ആൻഡ് 2 hours എടുക്കും ഫ്രം ടിരാന. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ ഡ്യൂറേസൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഹായ്, ഇപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നേക്കുന്നത്. ആക്ച്വലി ബ്രഞ്ചാണ്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. വന്നു, നമ്മൾ കാർ എടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നേക്കാം. റൈസ്, പിന്നെ ബീഫ് വിത്ത് മിക്സ്ഡ് വെജിറ്റബിൾസ്, കോഫി എന്ന് പറഞ്ഞപ്പോൾ എസ്പ്രെസോ ഷോട്ട്സ് ആണ് നമുക്ക് വന്നത്. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്, സ്പെസിഫൈ ചെയ്യണമായിരുന്നു. എൻ്റെ വിരലിൻ്റെ പകുതി ഉള്ളൂ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. പിലാഫ് എന്നാണ് റൈസിനെ പറയാം. മിക്സ്ഡ് വെജീസ് വിത്ത് ബീഫ് ആൻഡ് പിന്നെ സ്റ്റഫ്ഡ് ബെൽ പെപ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റൈസ് നല്ല രസമല്ലേ, നല്ല ബീഫ് ബ്രോത്തിൽ ഇതാക്കിയത്. ഇത് പെപ്പറിൻ്റെ മുളകിൻ്റെ ഉള്ളിൽ റൈസ് സ്റ്റഫ് ചെയ്ത് തന്നതാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല മണം ഉണ്ട്, നല്ല മണം. കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നേരത്തെ വന്ന പുലാവ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. പക്ഷെ എന്നാലും ആ ഫ്ലേവർ വരുന്നില്ല. എനിക്കറിയില്ല അതിൽ ബീഫ് അത് ബെൽ പെപ്പർ. ഇതുവരുടെ ട്രഡീഷണൽ ഡിഷാണ്. അങ്ങനെ നമ്മുടെ നീണ്ട യാത്രയ്ക്ക് ശേഷം 2 hours യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലെത്തി. സീ ആൻഡ് സാൻഡ് ഹോട്ടൽ എന്നാണ് പേര്. ഇതും നമ്മൾ Booking.com വഴി ബുക്ക് ചെയ്തതാണ്. ഒരു സിമ്പിൾ റൂമായിരുന്നു. നമുക്കൊരു ചെറിയ റൂം ടൂർ കണ്ടിട്ട് വരാം. കയറി വന്നു. ഇവിടെ ഫസ്റ്റ് വാഷ്റൂം, ടോയ്ലറ്റ്, പിന്നെ ഷവർ ഏരിയ. ഈ വ്യൂ രാഹുൽ എനിക്കറിയാത്തത്. സ്ലൈഡ് ചെയ്യണം. കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എനിക്ക് പോയി ഫ്രഷ് ആവണം. അങ്ങനെ ഫ്രഷായി കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് നടക്കാനിറങ്ങി. മാത്രമല്ല അവിടെ ആ ഏരിയയിലൊക്കെ ഒന്ന് പതുക്കെ നടന്ന് കുറച്ച് നേരം ആസ്വദിച്ചു. നമ്മൾ പോയ സമയം ഓഫ് സീസൺ ആയിരുന്നു. പക്ഷെ എന്താണെങ്കിലും UK
ടെമ്പറേച്ചറിനെക്കാട്ടും ബെറ്റർ ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. മരങ്ങളൊക്കെ പിന്നെ UK പോലെ തന്നെ ഉണ്ട്, കൊഴിഞ്ഞ് വിൻ്റർ കഴിഞ്ഞ് കൊഴിഞ്ഞിട്ടുള്ള. ഇനി നമ്മൾ വ്ലോർ ഓൾഡ് ടൗണിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മളൊന്ന് ഭക്ഷണം കഴിക്കുന്നതും. ജസ്റ്റ് നടന്ന് കാണാം എന്നാണ് വിചാരിക്കുന്നത്. ഈ കാണുന്ന പില്ലറിൽ 1912 2811 എന്ന് കാർവ് ചെയ്തിരിക്കുന്നത് കണ്ടു. 500 വർഷത്തെ ഓട്ടോമാൻ എംപയർ ഭരണത്തിന് ശേഷം 1912 നവംബർ 28 അൽബേനിയ ഇവിടെ വെച്ച് ഇൻഡിപെൻഡന്റ് ആകുന്നത്. ആൻഡ് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇറ്റ് ഈസ് ദ മോണ്യുമെന്റ് ഷോയിങ് ദ ലീഡേഴ്സ് ഹോൾഡിംഗ് അപ്പ് ദ ഫ്ലാഗ് വെൻ ദേ ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻസ്. രാത്രി ആയതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല, സോറി ഫോർ ദാറ്റ്. അങ്ങനെ കാർ പാർക്ക് ചെയ്ത് നമ്മൾ പതുക്കെ ഓൾഡ് ടൗണിൽ വെറുതെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. മിക്ക കടകളിലും ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ എൻട്രൻസ് മൊത്തം വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് അൽബേനിയയിലെ ഒരു ലോക്കൽ കസ്റ്റം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കാർ പാർക്ക് ചെയ്ത കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇവിടെ കാർ പാർക്ക് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം, ഇല്ലെങ്കിൽ നല്ലപോലെ പാർക്കിംഗ് ടിക്കറ്റ്സ് കിട്ടും. പിന്നെ കുറേ സ്ട്രീറ്റ് ഡോഗ്സും ഉണ്ട്. ഡോഗ്സിന് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, എനിക്ക് കുറച്ച് പേടിയാണ്, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. നമ്മളിപ്പോൾ വ്ലോർ ഓൾഡ് ടൗണിൽ വന്നേക്കാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. ചിക്കൻ ഫിലെ, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഇവിടെ ഇവരുടെ ട്രഡീഷണൽ ഒരു ഫ്രഷ് സോസേജ് വിത്ത് മിക്സ്ഡ് സാലഡ്, അങ്ങനെ കുറച്ച് സംഭവം, ഒരു കോക്ടെയിലും ഒക്കെ ആയിട്ട് നമ്മൾ വെറുതെ ഒരു നല്ലൊരു പുറത്തിരുന്ന് കഴിക്കാം എന്നുള്ള പോലെ വന്ന് ഇരുന്നതാണ്. ഫുഡ് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത് തന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, ഇതാണ് എൻ്റെ രാവിലത്തെ വ്യൂ. എത്രത്തോളം ഫോണിൽ കിട്ടുന്നത് എനിക്കറിയില്ല, ബട്ട് അപ്പോൾ അൽബേനിയയിലെ ബാക്കി വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.